ഹായ് ഹലോ. ഞാൻ ഇന്നൊരു വെറൈറ്റി മുല്ലച്ചെടിയെ കാണിച്ചു തരട്ടെ. അതെ, നമ്മൾ പലപ്പോഴും നടക്കുമ്പോൾ വഴിയോരങ്ങളിലും കാടിനുള്ളിലും ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ നിശബ്ദമായി വളർന്നു നിൽക്കുന്ന ചില ചെടികൾ ഉണ്ടാവും. പക്ഷേ അവയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതറിയുന്നവർക്ക് അവ ഒരു നിധിയേക്കാൾ വിലയേറിയതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതേ അത്തരത്തിലുള്ള ഒരു അത്ഭുത ഔഷധ ചെടിയെ കുറിച്ചിട്ടാണ്. അതെ, പേര് ചതുരമുല്ല. അതെ, ദേ ഈ കാണുന്നതാണ് ചതുരമുല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടാലുണ്ടല്ലോ, വളരെ സാധാരണമായ ഒരു ചെടിയാണെന്നേ തോന്നും. ഏതാണ്ട് ഇടത്തരം ഉയരത്തിൽ വളരും, നേർത്ത തണ്ടുകളോട് കൂടിയ ഇച്ചിരി നീളമുള്ള ഇലകളാണ് ഇതിനുണ്ടാവുക. പക്ഷേ ആ ഇലകളിൽ ഒളിഞ്ഞിരിക്കുന്നതുണ്ടല്ലോ, നമ്മുടെ പൂർവികർ തലമുറകളായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ രഹസ്യമാണ്. ഇത് എത്ര പേർക്ക് അറിയായിരുന്നു? ശരിക്കും ഇതിന് ഇംഗ്ലീഷിൽ എന്താ പേര് എന്നറിയോ? ജസ്റ്റീഷ്യ ജെൻഡാറസ എന്നാണ് ഇതിന്റെ പേര്. ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പേര് വന്ന ഇതിന് ഒരു കഥയുണ്ട് കേട്ടോ. പഴയ കാലത്തുണ്ടല്ലോ, ഗ്രാമങ്ങളിൽ ആയുർവേദ വൈദ്യന്മാർ കാടിനുള്ളിലേക്ക് പോയി പ്രത്യേക ഔഷധങ്ങളൊക്കെ ശേഖരിക്കുമായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? ഇപ്പോഴും നമ്മുടെ വൈദ്യന്മാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരിൽ ഒരാൾ ഈ ചെടി കണ്ടപ്പോൾ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതെ, ഈ ചെടിക്കുണ്ടല്ലോ 4 വശത്തു നിന്നും രോഗങ്ങളെ നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന്. അതെ, പണ്ട് ഇങ്ങനെ എന്താ പറയാ, ഋഷിവര്യന്മാരൊക്കെ വൈദ്യന്മാരായിരുന്നല്ലോ. അപ്പോൾ അത്രത്തോളം അറിവുള്ള ഒരു വൈദ്യൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഇതിന് 4 വശത്തു നിന്നും രോഗങ്ങളെ നേരിടാനുള്ള ശക്തി ഉണ്ടെന്ന്. അങ്ങനെയാണ് ഇതിന് ചതുര മുല്ല എന്ന പേര് വന്നത്. ഈ ഒരു ഇങ്ങനെയാണ് ഇതിന് ഈ പേര് കിട്ടിയതെന്നാണ് പഴമക്കാർ പറയുന്നത് കേട്ടോ. ഇത് സത്യമായാലും കഥയായാലും ഈ ചെടിക്ക് ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അത് മാത്രമല്ല, ഇതിന് പറയുന്ന ഔഷധ ഗുണങ്ങൾ വെറുതെ അല്ല എന്നുള്ളത് ശാസ്ത്രം പോലും ഇന്ന് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചതുരമുല്ലയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ നാട്ടിലെ നാട്ടുവൈദ്യത്തിൽ ചതുരമുല്ലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ ശരീരവേദന മാറാൻ, സന്ധിവേദന മാറാൻ, നീർവീക്കം ഉണ്ടാകുന്നത് മാറാൻ, പേശിവേദന മാറാൻ, ചെറിയ പരുക്കുകൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നത്. ചില ചില സമയത്തൊക്കെ നമ്മുടെ ശരീരം ഇങ്ങനെ ചുട്ടു പൊള്ളുന്നത് പോലെ, എരിച്ചിലുണ്ടാവുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ ശരീരത്തിലെ ചൂട് കുറയ്ക്കാനായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലത്തുണ്ടല്ലോ, നമ്മുടെ വയലിലും കാടിലും കഷ്ടപ്പാടോടെ ജോലി ചെയ്തിരുന്നവർ വേദന മാറാൻ ചതുരമുല്ലയുടെ ഇല അരച്ച് പുറത്ത് പുരട്ടിയിരുന്നതായിട്ടും നമ്മുടെ മൂപ്പന്മാരൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉപയോഗ രീതിയെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, ആ, പണ്ട് കർഷകരുണ്ടല്ലോ, ശരീരവേദന കൊണ്ട് നടക്കാൻ പോലും കഴിയാതാവുമ്പോൾ പല നാട്ടുവൈദ്യന്മാരും ചതുരമുല്ലയുടെ ഇലകൾ ചൂടാക്കി കെട്ടിവെച്ചു കൊടുക്കുമായിരുന്നു ദേഹത്ത്. അങ്ങനെ വേദന പൂർണ്ണമായും മാറുമെന്നാണ് പറയപ്പെട്ടിരുന്നത്. എന്തായാലും നമ്മൾ ഇതിനെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയി കണക്കാക്കുന്നുണ്ട്. പക്ഷേ അന്നിത് ഒരു എന്താ പറയാ, ചെടിയുടെ കരുണയായിരുന്നു. അന്ന് ഈ ചെടി വെക്കുമ്പോൾ, ചെടിയുടെ ഇല വെക്കുമ്പോൾ പെട്ടെന്ന് അസുഖം സുഖമാകുമ്പോൾ എല്ലാവരും പറയും, ഈ ചെടി ഭയങ്കര കരുണയുള്ള ചെടിയാണ്, അതുകൊണ്ടാണ് അസുഖം മാറിയത് നോക്കി. അപ്പോൾ ശരിക്കും ഒരുപാട് ആയുർവേദ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലച്ചെടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെടി എവിടെയാണ് കൂടുതലായി കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതെ, ചതുരമല്ല, കൂടുതലായി കാണുന്നത് കാടോരങ്ങളിലും നനവുള്ള പ്രദേശങ്ങളിലും വഴിയോരങ്ങളിലും വളരെ എളുപ്പത്തിൽ ഇത് വളർന്നു കയറും. വളർത്താനും വളരെ എളുപ്പമാണ് കേട്ടോ. വലിയ പരിചരണം വേണ്ട, വളം അധികം ആവശ്യമേ ഇല്ല. മഴക്കാലത്ത് പെട്ടെന്ന് നല്ല വളർച്ചയുള്ളത് ആണിത്. അതുകൊണ്ട് തന്നെ ഇന്ന് പലർക്കും വീട്ടുവളപ്പിലൊക്കെയും ഈ ചെടി പലരും വെച്ചു പിടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുണ്ട്. എന്താണെന്നറിയാവോ? ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ എന്ത് ആയുർവേദ ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്തിയാലും നമ്മളൊരു കാര്യം പറയണം. എന്താണെന്നറിയാവോ? ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു അനുഭവസമ്പന്നനായ വൈദ്യന്റെ ഉപദേശമില്ലാതെ ഇതാരും തന്നെ ആന്തരികമായിട്ട് ഉപയോഗിക്കരുത്. അതെ, നമ്മൾ കാണുന്ന എല്ലാ ഔഷധ ചെടികളും എല്ലാവർക്കും ഒരേ രീതിയിൽ ചേരണമെന്നില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇന്നത്തെ കാലത്ത് ചതുരമുല്ല എന്ന് പറയുന്നത് ഒരു മോഡേൺ മെഡിസിനിലേക്ക് പൂർണ്ണമായും മാറിയിട്ടില്ല. അതെ, ഇത്തരം നാട്ടുവൈദ്യ ചെടികൾ നമ്മുടെ ചൈതന്യമാണ്.
അപ്പോൾ അവയെ അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി എവിടെയെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. പഴയ വൈദ്യന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ചതുരമുല്ലയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ടാവും. എന്തായാലും നമുക്ക് ഈ ചതുരമുല്ലയുടെ തൈകളൊക്കെ വിൽപ്പനയ്ക്കായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ചതുരമുല്ലയുടെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്, ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്കിത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് 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 ഔഷധ സസ്യങ്ങളുടെ ഈറ്റില്ലമാണ് നമ്മുടെ കേരളം എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴുണ്ടല്ലോ, വഴിയോരത്തെങ്ങാനും ഈ ചെടി കണ്ടാൽ ഒന്ന് നിർത്തി നോക്കണം കേട്ടോ. ഇത് വെറും ഒരു ചെടിയല്ല, നമ്മുടെ മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുടെയും അറിവിൻ്റെ ഒരു ജീവനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ചെടി. അപ്പോൾ ഇത്തരം ഔഷധ ചെടികളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തോളൂ, അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി കമൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് ഇതുപോലുള്ള മറ്റുള്ള ചെടികളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏത് ചെടിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആ ചെടിയെക്കുറിച്ചായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേർ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും. അപ്പോൾ ചതുരമുല്ല എന്ന സുന്ദരി കുട്ടിയെ നിങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി എന്താ, ചതുരമുല്ലയെ കണ്ടാൽ സ്വന്തമാക്കാൻ ശ്രമിച്ചോളൂ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ചതുരമുല്ലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇല നമ്മൾ എത്ര എടുത്തിട്ട് ചുരുട്ടി കൂട്ടി കളഞ്ഞാലും അത് നിവർത്തുമ്പോൾ പിന്നെ അതുപോലെ തന്നെ അത് നിവർന്ന് വരും. അത് ഞാനൊരു ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് കാണുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. ചതുരമുല്ലയുടെ ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടങ്ങ് തലങ്ങും വിലങ്ങും ഞവടി അങ്ങ് എടുക്കുക. എന്നിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കൈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇല അതേ ഷേപ്പിൽ വീണ്ടും വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ചതുരമുല്ലയുടെ ഇലകളാണെന്നുള്ളത്. ചതുരമുല്ലയാണ് ആ ചെടി എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അതൊരു ഷോർട്ട് വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള അറിവുകൾക്കും ഇത്തരത്തിലുള്ള വിവരങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ പറഞ്ഞു പോവാല്ലേ. അപ്പോൾ ഒരു കാര്യം മറക്കണ്ട കേട്ടോ, ഏത് ചെടിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയേണ്ട ചെടിയുടെ പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ആ ചെടിയെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുക, ആ ചെടിയെക്കുറിച്ചായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുക, ആ ചെടിയായിരിക്കും നമ്മൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവരിക. അപ്പോൾ വേഗം ആയിക്കോട്ടെ കേട്ടോ.